ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ വിചാരിക്കുന്നു. നമുക്ക് എല്ലാവരും ജേണൽസും ഗ്രാറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞ രീതിയിൽ എല്ലാം ചെയ്യുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ലൈഫിനെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇത് ഒന്നോ രണ്ടോ തവണ ചെയ്തിട്ടല്ലേ ഒരാഴ്ച എല്ലാം ചെയ്തിട്ട് വിട്ട് കളയേണ്ട ഒരു കാര്യമേ അല്ല. നമ്മളിത് കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് സന്തോഷം നമ്മുടെ ലൈഫിൽ ഫുള്ള് വരുള്ളൂ. നമുക്ക് സമാധാനം വേണം അല്ലേ? രാത്രി കിടന്നുറങ്ങുമ്പോൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കിടന്നുറങ്ങാൻ പറ്റണം. എനിക്ക് ചില കമൻറ്റുകളൊക്കെ വരാറുണ്ട്, ചുറ്റിനുമുള്ളവർ ഭയങ്കര നെഗറ്റീവാണ്, കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ ഇന്നലത്തെ ഒരു വീഡിയോയിലും കമൻ്റ് ഉണ്ടായിരുന്നു. ഞാനതിന് മറുപടി കൊടുത്തിട്ടില്ല. ആ ഒരു കമൻറ്റിന് കൂടിയുള്ള ഒരു റിപ്ലൈ കൂടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ചുറ്റിനുമുള്ളവരെ മാറ്റാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ലോകം ഭയങ്കരമായിട്ട് ഒരു ക്രൂരതയുടെ ഒരു ലോകമായിട്ട് വരികയാണ്. ഓരോ ദിവസം ന്യൂസൊക്കെ കണ്ടാലും നമുക്ക് മനസ്സിലാകും അല്ലേ, എവിടെയാണ് ഒരു മനുഷ്യർക്ക് ഒരു കരുണ പോലും ഇല്ലേ എന്നുള്ളത് തോന്നിപ്പോവും. ഒരു അംഗനവാടിയിൽ ഒരു കുഞ്ഞിനെ ഉപദ്രവിച്ചത്, പലയിടത്തും പല സംഭവങ്ങളാണ്. അമ്മയ്ക്ക് മക്കളോടില്ല, മക്കൾക്ക് അമ്മയോട്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്തൊരവസ്ഥയായിട്ട് വരുവാണ് നമ്മുടെ ലോകത്ത് മൊത്തം. അപ്പം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പോസിറ്റിവിറ്റി, നമ്മൾ പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് സമൂഹത്തിലേക്ക് അങ്ങനെ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. കുഞ്ഞു മക്കൾ, നമ്മുടെ വീട്ടിൽ വളരുന്ന മക്കൾ, നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് കണ്ടിട്ട് ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ മക്കൾക്ക് ഫീൽ ചെയ്യും. അവരത് കണ്ടിട്ട് അവരത് സ്കൂളിലൊക്കെ പോയി അവരത് സ്പ്രെഡ് ചെയ്യും. അത് പെരുമാറ്റം തന്നെ മാറും. ചെറുപ്പത്തിലെ ഇത് അവരിലേക്ക് നമ്മൾ പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ചേഞ്ച് ചെയ്യുക. നമ്മൾ ചുറ്റിനുമുള്ള ഈ നമ്മളെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുന്ന ആൾക്കാരെ നമ്മൾ എത്ര മാറ്റാൻ ശ്രമിച്ചാലും മാറ്റത്തില്ല. എന്ന് വെച്ചാൽ ഈ കുറ്റം പറയാനിരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്താലും അതിൽ കുറ്റം മാത്രമേ കണ്ടുപിടിക്കത്തുള്ളൂ. ചില സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയാണ്. ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. എപ്പോഴും അവരെ ഭയങ്കര ഹൈ ഇതിൽ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കണം, അവരെ എപ്പോഴും സംസാരിക്കണം, അവരെക്കുറിച്ച് അവരുടെ കാര്യങ്ങൾ എപ്പോഴും സേഫ് ആയിരിക്കണം. അവരുടെ കാര്യങ്ങളിൽ മാത്രം സെൽഫിഷ് ആയിട്ടുള്ള ചില ആൾക്കാരുണ്ട്. അവരാണ് എപ്പോഴും ഈ പരദൂഷണം പറഞ്ഞുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതിലൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ മൈൻഡ് പോലും ചെയ്യില്ലായിരിക്കും. നമ്മൾ എത്ര മോശം സിറ്റുവേഷൻ ആണെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുമോ കൂടെ നിൽക്കുക അതൊന്നും ചെയ്യില്ല. പക്ഷേ നേരെ തിരിച്ച് അവരുടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ചെറിയൊരു പാളിച്ച വന്നിട്ടുണ്ടെങ്കിൽ അവർ ചിന്തിക്കില്ല നമ്മൾ ആരോടെങ്കിലും നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കടമകൾ കറക്റ്റായിട്ട് നിർവഹിക്കുന്നുണ്ടോ എന്ന് പോലും ഇവരാരും ചിന്തിക്കില്ല. അതാണ് കാര്യം. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ചിന്തകളിലൂടെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ചിന്തയിൽ ഒരു ദിവസം തുടങ്ങിയാൽ കിടക്കുന്നത് വരെ ആ ഒരു ചിന്തയായിരിക്കും. ഒരു നെഗറ്റീവ് ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ അത് ചിന്തിച്ചിരുന്നാൽ വീണ്ടും അത് കൂടി വലിയൊരു നെഗറ്റീവ് തോട്ട് തന്നെ ആയി നമ്മുടെ ആ ഒരു ദിവസം പോവും, പിന്നെ അടുത്ത ദിവസം പോവും അല്ലേ. ആ ഒരു നെഗറ്റീവ് ചിന്ത കൊണ്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. നെക്സ്റ്റ് ഡേ ഓൾസോ നമ്മൾ ആ ഒരു ചിന്തയിൽ എഴുന്നേൽക്കുന്നു. ആ ദിവസം അങ്ങനെ ചെയ്യുന്നതൊക്കെ നെഗറ്റീവ് ആവും, എന്ത് ചെയ്താലും ശരിയാവുന്നില്ല എന്നുള്ളൊരു രീതി. അപ്പോൾ അങ്ങനെ നമുക്ക് പോകണ്ട. ഒരു നെഗറ്റീവ് തോട്ട് വന്നാൽ ക്യാൻസൽ നമുക്ക് പറഞ്ഞു വിടുക. ഓക്കെ, നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകളുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് അതെന്തും ആയിക്കോട്ടെ, ആ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ നമുക്ക് മാറ്റിയാൽ മാത്രമേ നമ്മൾ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അത് എഫക്റ്റീവ് ആവുള്ളൂ. അല്ലാതെ എത്ര തല കുത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും എഫക്റ്റീവ് ആവില്ല. മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുകയാണ്, എന്നിട്ട് ബാക്കിയുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളൊക്കെയാണ് ബാക്കി വീട്ടിലുള്ള സംസാരം മുഴുവൻ. ഒരാളെയും വെറുതെ വിടില്ല. ഫുള്ള് എല്ലാവരെക്കുറിച്ചും കുറ്റങ്ങളും കുറവുകളും പ്രശ്നങ്ങളും അതും ഇതൊക്കെയാണ്, ഫുൾ നെഗറ്റീവാണ് സംസാരിക്കുന്നത് മൊത്തം. എന്നിട്ടൊരു പേപ്പറും പേനയും എടുത്ത് വെച്ചിട്ട് അവിടെ മെഡിറ്റേഷൻ ചെയ്താൽ ഒരു എഫക്റ്റും ഇല്ല എന്ന് വെച്ചാൽ നമ്മുടെ ഈ വായിന്ന് വരുന്നത് ഈ നെഗറ്റീവ് തോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് അത് മറ്റുള്ളവരെ കേട്ടാൽ ചിലപ്പോൾ അവരെയൊക്കെ ബാധിക്കുമായിരിക്കും. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ആളെ തന്നെയായിരിക്കും. അതവർ മനസ്സിലാക്കുന്നില്ല. അവരെന്തോ എനിക്ക് അവരോടൊക്കെ ഇങ്ങനെ പറയാൻ പറ്റിയില്ലേ, എന്തോ വലിയൊരു കാര്യം ചെയ്ത പോലെയൊക്കെ അവർ ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഏറ്റവും വലിയ നെഗറ്റീവ് അവരാണെന്നുള്ളതും ഇവർ പറഞ്ഞ ഈ കുറ്റങ്ങളും തെറ്റുകളൊക്കെ പറഞ്ഞ് കേട്ട് നിന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, ഇവരൊക്കെ അവസാനം ഏറ്റവും കൂടുതൽ ബ്ലെയിം ചെയ്യുന്നത് ഇവരെയായിരിക്കും. ഓക്കെ, അവസാനം അവരുടെ ലൈഫ് ഒരു അട്ടർ ഫെയിലിയർ ആയിട്ട് പോകുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റും. നമുക്ക് ആ ഒരു ഗ്രൂപ്പിലൊന്നും പെടേണ്ട ആവശ്യമില്ല. അവർ പറഞ്ഞോട്ടെ, അവർക്ക് അങ്ങനെ പറഞ്ഞാൽ സമാധാനം കിട്ടുമെങ്കിൽ പറഞ്ഞോട്ടെ. പിന്നെ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടൊക്കെ തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു നിർത്താൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ പറയുക. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാനുള്ള നമ്മൾ ഒരാളുടെ കാര്യത്തിൽ ഇടപെടാൻ പോകണ്ട. പക്ഷെ നമ്മളെക്കുറിച്ച് ഒരാൾ മോശം പറയുന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത കാരണം നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ട. എനിക്കിങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല, നോ പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമ്മളത് പറയണം. ഒരിടത്തൊന്ന് പറഞ്ഞു നോക്കിക്കേ.
കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നോ പറയാൻ സാധിക്കുന്നില്ല. അതും ഇന്നലത്തെ വീഡിയോയിലാണെന്ന് തോന്നുന്നു. നമ്മളെപ്പോൾ നോ പറയാൻ സാധിക്കുന്നോ അപ്പോൾ നമ്മുടെ ലൈഫ് മാറി തുടങ്ങും. 100% ഉറപ്പാണ്. ഒരു തവണ ഒരു സ്ഥലത്ത് നോ എന്ന് പറഞ്ഞു നോക്കി, നമുക്ക് അന്ന് കിട്ടുന്ന സമാധാനം ഉണ്ടല്ലോ എന്ത് വലുതാണെന്നറിയാമോ. എനിക്ക് ഒരാളോടും എനിക്ക് നോ പറയാനോ അയ്യോ എനിക്ക് അങ്ങനെയല്ല ഇങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ പറയാൻ ഉള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൈൽഡ്ഹുഡിലെ ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിലൊക്കെ അയ്യോ അങ്ങനെ തീർത്ത് സംസാരിക്കരുത് ഇങ്ങനെ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് നമുക്ക് അതിൽ നിന്ന് വരുന്ന ഒരു ഫിയറാണത്. അല്ലാതെ നമ്മൾ കുഞ്ഞിലേ തൊട്ടേ മക്കളെ ഞാൻ എൻ്റെ മക്കളെ അങ്ങനെ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യം തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ അവരെ വളർത്തുന്നത്. കാരണം എനിക്ക് ആ ഒരു കാര്യത്തിൽ ഞാൻ ഇച്ചിരി ബാക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്തുമാത്രം എൻ്റെ ലൈഫിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും ഒക്കെ എനിക്ക് അറിയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഒരാൾ നമുക്ക് പറ്റില്ലാത്ത കാര്യം നോ പറയേണ്ടടുത്ത് നോ തന്നെ പറഞ്ഞ് ശീലിക്കുക. ഞാൻ അത് ട്രൈ ചെയ്ത് അതിലെ ഒരു സന്തോഷം മനസ്സിലാക്കിയ ഒരാളാണ്. അതുകൊണ്ട് എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇഷ്ടമല്ല എന്ന് തന്നെ പറയാൻ സാധിക്കുക. ഓപ്പോസിറ്റുള്ളയാൾ എന്ത് വിചാരിക്കും എന്ത് ചിന്തിക്കുക അത് നമ്മുടെ കൺസേണേ അല്ല. നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യത്തിൽ നിന്ന് അതിൽ ജീവിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ഓപ്പോസിറ്റുള്ള ആൾ അയ്യോ ഇവർക്കിത് ഇഷ്ടപ്പെടുമോ ഞാനിങ്ങനെ പറഞ്ഞാലെന്ന് അവർ ചിന്തിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ കാര്യം നമുക്ക് പറയാം, പറ്റില്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല എന്ന് ധൈര്യമായിട്ട് പറയാനുള്ള ഒരു ബോധം വേണം, ധൈര്യം വേണം. അവർക്ക് മാത്രമേ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതൊരു പ്രത്യേക ഒരു ഫ്രീഡമാണ്, അത് പ്രത്യേക ഒരു സന്തോഷമാണ്. അത് എൻജോയ് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഒരു തവണ എനിക്കിത് ഇഷ്ടമല്ല, എനിക്കിത് പറ്റത്തില്ല, എനിക്കിത് വേണ്ട എന്നൊന്ന് സംസാരിച്ച് നോക്കി, അതിൽ നിന്ന് കിട്ടുന്ന കോൺഫിഡൻസ് ഉണ്ടല്ലോ ഭയങ്കരമാണ്. ഒറ്റ തവണ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു തവണയൊന്ന് ചെയ്ത് നോക്ക്. ഇഷ്ടമല്ലാത്തൊരു കാര്യം കണ്ടാൽ നിങ്ങളുടെ എന്തെങ്കിലും കാര്യത്തിൽ ആരെങ്കിലും ഇൻ്റർഫിയർ ചെയ്യുവാണ്, വെറുതെ ആവശ്യമില്ല, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി ഓക്കെ ആയിട്ട് പോകണം. നിങ്ങളെ വെറുതെ ചൊറിയാൻ വരുന്ന ചില ആൾക്കാരുണ്ടാവും, സമാധാനമൊക്കെ ഉണ്ടാക്കാൻ വരുന്ന ആൾക്കാർ. അവരോട് ഒരു തവണ പറഞ്ഞു നിർത്തി നോക്കിയേ. അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളിൽ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട. ദിസ് ഇസ് മൈ ലൈഫ്, ഐ നോ എനിക്കെന്ത് ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം. ഇറിറ്റേറ്റ് ചെയ്യാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും വരുന്ന ആൾക്കാരുടെ കാര്യമാണ്. പക്ഷേ അവർ കാരണം നിങ്ങൾക്ക് സമാധാനക്കേട് ഉണ്ടാകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ മറുപടി പറയാൻ സാധിക്കണം. അപ്പോഴേ ലൈഫ് ചേഞ്ച് ചെയ്ത് അടി ഉണ്ടാക്കുന്നോ വഴക്കുണ്ടാക്കുന്നോ ഒന്നുമല്ല. നമ്മളുടെ പ്രൊട്ടക്ഷന് വേണ്ടി, നമ്മളുടെ ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട്, നമ്മുടെ സമാധാനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അല്ലാതെ ഒരിടത്തും ബഹളം ഉണ്ടാക്കാൻ പോകുന്നൊന്നുമല്ല. കാരണം ഈ ബോധമില്ലാതെ കുറ്റം പറഞ്ഞ് കുറവ് പറഞ്ഞ് ഓരോരുത്തരുടെ ലൈഫിൽ ഇല്ലാത്ത സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ബോധമില്ല എന്ന് വേണം ചിന്തിച്ചാൽ മതി. വിവരമില്ല. അവരുടെ വിചാരം അവരാണ് ഏറ്റവും കൂടുതൽ വിവരമുള്ള ആൾക്കാരെന്നാണ്. പക്ഷേ അവർക്ക് ബോധമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പറയുന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ഓക്കെ, ആ ഒരു കാര്യം ചിന്തിക്കുക. എന്നിട്ട് അവർക്ക് കുറച്ച് ബോധം കൊടുക്കുക, കുറച്ച് വിവരങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുക്കുക. അവർക്ക് വിവരമില്ലല്ലോ, അപ്പോൾ ഒരു വിവരം നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. എന്നിട്ടും ചേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നോ പറയേണ്ട ഇച്ചിരി ഹാർഷായിട്ട് പറയേണ്ടി വന്നാലും പറഞ്ഞോളുക. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. അത് ചിന്തിച്ചാൽ മതി. പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ടുകൊള്ളുക. അതും നമ്മുടെ ലൈഫിന് നല്ലതിന് വേണ്ടി. ഇങ്ങനത്തെ ഉള്ള നെഗറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയെ ബാധിക്കും, മക്കളെ ബാധിക്കും, എല്ലായിടത്തും ബാധിക്കും അല്ലേ. അപ്പം ചില കാര്യങ്ങൾ നമ്മുടെ ഹോൾഡ് ചെയ്ത് വെക്കേണ്ടത് അവിടെ വെച്ചോണം. അത് നമ്മുടെ വെൽ ബീയിങ്ങിന് വേണ്ടിയുള്ളതാണെന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മളുടെ പ്രൊട്ടക്ഷൻ നമ്മളാണ് നോക്കേണ്ടത്, വേറെ ആരുമല്ല. ഓക്കെ, ഇപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും, ഹസ്ബൻഡ് കാണും, മക്കൾ അതൊക്കെ കാണും, എല്ലാവരും കാണും. പക്ഷേ നമ്മളെല്ലാവരും ഓരോ ഇൻഡിവിജ്വൽ അല്ലേ. നമ്മുടെ പ്രൊട്ടക്ഷൻ്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെയാണ്. എൻ്റെ പ്രൊട്ടക്ഷൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റവും മേജറായിട്ട് എനിക്ക് തന്നെയാണ് അല്ലേ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എന്നെ അറിയാവുന്നത് എനിക്ക് തന്നെയാണ്. നമുക്ക് ഫ്രണ്ട്സ് കാണാം, അവർ കാണും. പക്ഷേ ഞാൻ എന്തിനും കൂടെ പോയി എന്തൊക്കെയാണ് എൻ്റെ ടെൻഷൻസ്, എൻ്റെ സ്ട്രെസ് എന്താണ്, എൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണ്, എൻ്റെ വീക്ക് പോയിൻറ്റ്സ് എന്താണ്, എൻ്റെ പോസിറ്റീവ്സ് എന്താണ്, എൻ്റെ നെഗറ്റീവ്സ് എന്താണ്, ഇതൊക്കെ എല്ലാം ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാവുന്ന എനിക്കാണ്. നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണരുത്. ഓക്കെ, എന്നെ ഒന്നിനും കൂടുതലല്ല, എന്നെ ഇവരൊക്കെ കുറ്റപ്പെടുത്തുന്നു, എനിക്ക് പൈസയില്ല, അങ്ങനെ നെഗറ്റീവ് തോട്ട്സ് ഒന്നും വരാനേ പാടില്ല. വന്നാൽ അവിടെ പോയി വീണ്ടും നമ്മൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നും അഫർമേഷൻസ് എഴുതുമ്പം, ഡെയിലി അല്ലെങ്കിൽ ജേർണൽസ് എഴുതുമ്പം അതിലെഴുതുക നമ്മുടെ കഴിവുകൾ എഴുതുക. എനിക്ക് എന്താ കഴിവുണ്ട്, നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ അത് എഴുതുക, നന്നായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എഴുതുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ പോസിറ്റീവ്സ്, ഇപ്പം നിങ്ങൾക്കൊന്നും ഇല്ലെങ്കിൽ എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും ഇല്ലാതെ ഒരിക്കലും വരില്ല കേട്ടോ. ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു കഴിവുകളില്ലാത്ത ഒരാളും ഉണ്ടാവില്ല. അത് നിങ്ങളുടെ മാനസികാവസ്ഥ വളരെ ഡൗൺ ആയതുകൊണ്ട്, നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് കൊണ്ടോ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മോശമായതുകൊണ്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനത്തെ ചിന്തകളൊക്കെ ഉണ്ടാവുന്നുണ്ടാവാം. പക്ഷേ ഞാൻ പറയുന്നു, ഒരിക്കലും ഒരു പോസിറ്റീവ്സും അല്ലെങ്കിൽ കഴിവുകളും ഇല്ലാത്ത ഒരു മനുഷ്യരുമില്ല. നിങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചില നെഗറ്റീവ് ആൾക്കാർ കാരണം നിങ്ങൾ മുങ്ങിപ്പോകുന്നതാവാം. പക്ഷേ അവരെയൊക്കെ തട്ടിക്കളയുക. അവരെ ഒന്നും, ഈ നെഗറ്റീവ് ആൾക്കാരെ ഒന്നും ഒരിക്കലും പെർമനൻ്റ് ആക്കി കൂടെ വെക്കരുത്. ലൈഫ് പോകും, അങ്ങനെ തന്നെ മുന്നോട്ട് പോകരുത്. ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളുടെ ബൗണ്ടറി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഇതെൻ്റെ ബൗണ്ടറിയാണ്, ഇതിനപ്പുറത്തേക്ക് ഞാൻ ഒരാളെയും എൻ്റർ ചെയ്യിക്കില്ല എന്നുള്ളത്. ഓക്കെ,
അപ്പോൾ അത് നമ്മുടെ ലൈഫിന് വേണ്ടിയാണെന്നുള്ളത് ചിന്തിക്കുക. ഞാനിത് വീണ്ടും വീണ്ടും പറയുകയാണ്, നമ്മുടെ ലൈഫിന് വേണ്ടി സെറ്റ് ചെയ്യേണ്ട ഗോൾസ് അത് നമ്മൾ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു കൺസെപ്റ്റ് ഉണ്ടാവണം. അതെനിക്ക് പണ്ട് തൊട്ടേ ഇതൊക്കെ എൻ്റെ കാര്യങ്ങളാണ് കേട്ടോ. എനിക്ക് പണ്ട് തൊട്ടേ എന്നെക്കുറിച്ചൊരു കൺസെപ്റ്റ് ഉണ്ട്. ഞാൻ ചെറുപ്പം തൊട്ടേ എന്നെ കേട്ട് വളർന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺപിള്ളേരാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ പണിയൊക്കെ ചെയ്ത്, അതാണ് പെൺകുട്ടികളുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. രാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്യണം, രാവിലെ എഴുന്നേറ്റ് മുറ്റം അടിക്കണം, ആ ഒരു കാര്യമാണ് നമ്മളിങ്ങനെ കേട്ട് വളരുന്നത്. അതൊക്കെ പാർട്ട് ഓഫ് ലൈഫാണ്. അതൊന്നും അല്ല ഒരു പെണ്ണിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഈ വീട്ടുപണി ചെയ്യേണ്ട അല്ലെങ്കിൽ ഫെമിനിസം അങ്ങനെയൊന്നും അല്ല കേട്ടോ. കാരണം പല ആൾക്കാരും ഇനി അങ്ങനെയൊക്കെ അതൊന്നുമല്ല. ഇതല്ല ഒരു പെണ്ണിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അത് പാർട്ട് ഓഫ് ലൈഫാണ്. ഞാൻ കേട്ട് വളർന്ന എനിക്ക് ചെറുപ്പത്തിലൊക്കെ തോന്നി എന്ത് കഷ്ടമാണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും അത്രയും പഠിത്തമോ അങ്ങനെയൊന്നുമല്ല. പക്ഷേ ചെറുപ്പത്തിൽ എനിക്ക് ആ ഒരു ചിന്തയുണ്ടായിരുന്നു. അതായത് പറഞ്ഞു കൊടുക്കുന്നതാണ്, പെൺപിള്ളേരാണെങ്കിൽ ഇതാണ് പെണ്ണിൻ്റെ ഡ്യൂട്ടി, ഇതാണ് പെണ്ണിൻ്റെ ഡ്യൂട്ടി. പിന്നെ പലരും കല്യാണം കഴിഞ്ഞിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അവൾ കല്യാണം കഴിഞ്ഞ് മരുമകൾ വന്നു കേട്ടോ, അവൾ എഴുന്നേക്കാൻ താമസിച്ചു, അവൾ വീട്ടിൽ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല. ആ പെൺകുട്ടി നല്ല പഠിത്തമുള്ള ആളായിരിക്കും, നല്ല ജോലിയുള്ള ആളായിരിക്കും, അതിനെക്കുറിച്ചൊന്നുമില്ല. പക്ഷെ അവളുടെ പൈസ വരുമ്പോൾ അതിന് ഭയങ്കര വാല്യൂ ആയിരിക്കും. പക്ഷേ അതിൻ്റെ കുറ്റം എന്ന് വെച്ചാൽ ഒരു പെണ്ണിനെ നമ്മൾ കാണേണ്ടത് വീട്ടിൽ ജോലി ചെയ്യാനുള്ളതെന്നല്ല. ആണുങ്ങളെപ്പോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള, അല്ല ഇപ്പം എല്ലാവരും ജോലിക്കും പോകുന്നുണ്ട്, പഠിക്കുന്നുമുണ്ട്, എല്ലാ പെൺപിള്ളേരും എഡ്യൂക്കേറ്റഡ് അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള സ്വപ്നങ്ങൾ അവൾക്കും ഉണ്ട്. പെണ്ണാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയല്ല ഇങ്ങനെയല്ല കുറ്റപ്പെടുത്തലും അവർക്കാണ്, ആ ഒരു വിഭാഗത്തിലാണ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത്. അല്ലാതെ ഒറ്റ കാറ്റഗറിയെ മാത്രം സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല. അപ്പം നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ മെൻ്റലി ഇങ്ങനത്തെ സാഹചര്യങ്ങൾ കാരണം, ചെറുപ്പത്തിലേ കേട്ട് വരുന്ന ഈ നെഗറ്റീവുകൾ കാരണം നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലി ഡൗൺ ആയിരിക്കും. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീക്ക് പോയിൻറ്റ്സ് കണ്ടെത്തി നിങ്ങൾ ഒരു ഡയറി എടുത്തിട്ട് ലിസ്റ്റ് ഡൗൺ ചെയ്യുക. നമുക്ക് എവിടെയൊക്കെയാണ് ഈ ലൂപ്പ് ഹോൾസ് വന്നിട്ടുള്ളത്, നമ്മുടെ നെഗറ്റീവ് നമ്മൾ പല ആളുകളിൽ നിന്നും പല അറിവുകളും കിട്ടിയിട്ടുണ്ടല്ലേ, നമ്മുടെ തലയ്ക്കകത്ത് അടിച്ച് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പെൺപിള്ളേർ വീട്ടിലെ പണി ചെയ്യാനുള്ളതാണ്, തലയ്ക്കകത്ത് അടിച്ച് തന്നിട്ടുള്ള സാധനമാണിത് ചെറുപ്പം തൊട്ടേ. അത് എഴുതി വയ്ക്കുക. നിങ്ങളുടെ കൺസെപ്റ്റ് എന്താണ്, അതിനെതിരായിട്ട് നിങ്ങളുടെ ആ ഒരു കൺസെപ്റ്റ്, നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ത്രീയെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ്, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഇതുപോലെ പണ്ട് കിട്ടിയിട്ടുള്ള കുറേ നെഗറ്റീവ് തോട്ട്സ്, അന്നേരം നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് നമുക്ക് തോന്നുന്നതിനെക്കുറിച്ചെന്നുള്ള അത് എഴുതുക. അപ്പം എന്നിട്ട് ഒന്നിരുന്ന് വായിക്കുക. അപ്പം നമുക്ക് മനസ്സിലാവും ഇതിൽ ശരിയാ തെറ്റാണെന്നുള്ളത്. തെറ്റാനുള്ളതിനെയൊക്കെ അങ്ങ് വെട്ടിക്കളയുക. എന്നിട്ട് നിങ്ങൾ കണ്ട ആ ഒരു കറക്റ്റ് പോയിന്റ് എടുത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് അങ്ങ് പകർത്തി വയ്ക്കുക. പഴയ കിട്ടിയ ആ ഒരു ചിന്തകളിലേക്ക് വാഷ് ചെയ്തങ്ങ് കളയുക. അതിനു വേണ്ടിയാണ് ഈ മെഡിറ്റേഷൻ പ്രോപ്പറായിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം ഇതിലും സ്റ്റക്കായി കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയം വെറുതെ പോവുകയാണ്. നമുക്കങ്ങനെ കളയാൻ സമയമില്ല അല്ലേ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്, ഏണിങ്സ് വേണ്ടേ അല്ലേ. ഈ ഒരു ചിന്തകൾ കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ പൈസ വേണം അല്ലേ. അപ്പോൾ ഇനി പൈസ ധനസമ്പാദനത്തിനുള്ള കാര്യങ്ങളാണ് നമ്മളിനി അടുത്തതൊക്കെ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിന് മുന്നേ മൈൻഡ് ഫുള്ള് ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യും. നമുക്ക് ഈ ഒരു മെഡിറ്റേഷനൊക്കെ നമുക്ക് ശരിക്കും വർക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ക്ലിയർ ആയിരിക്കണം. അപ്പോൾ എന്ന് വെച്ചാൽ വിഷമങ്ങൾ വരും, ടെൻഷൻ വരും, ഇതൊന്നും ഇല്ലാതൊന്നുമല്ല. പക്ഷെ നമുക്കതിനെ ഓവർകം ചെയ്യാനും ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല എന്ന് നമുക്ക് സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു മൈൻഡ് വേണം അല്ലേ. എല്ലാ വിഷമങ്ങളെയും എല്ലാ നെഗറ്റീവ്സിനെയും റിസീവ് ചെയ്തുകൊണ്ടിരുന്നാൽ അതിന് ഈ സമയം കാണുമ്പോൾ ഒരിക്കലും നമുക്ക് ഹാപ്പി ലൈഫ് കിട്ടില്ല. സോ നെഗറ്റീവ് പീപ്പിളിനെ അങ്ങ് ഇഗ്നോർ ചെയ്ത് കളയുക, ഡിസ്റ്റൻസ് ഇട്ട് വെക്കുക. ഓക്കെ, മടുത്തില്ലേ, ഇതൊക്കെ കേട്ട് മടുത്തില്ല, നിങ്ങൾക്ക് തന്നെ മടുപ്പ് തോന്നുന്നില്ലേ? അപ്പോൾ ഇനി ഒരു ബെറ്റർ ആയിട്ടുള്ള ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ പഠിക്കും. നിങ്ങൾ എന്നങ്ങനെ പഠിക്കുന്നോ എന്നങ്ങനെ പഠിച്ചു തുടങ്ങും. ഹാർഡായിരിക്കും ചിലപ്പം, നമ്മൾ കൂടെ ഇരുന്ന ആൾക്കാരായിരിക്കും, ഇതൊക്കെ ആയിരിക്കും. പക്ഷെ അവരും ചിന്തിക്കണം, ഞാനിങ്ങനെ പറയുന്നത് മോശമാണ്, ഞാനിങ്ങനെ ചിന്തിക്കുന്നത് മോശമാണ്, അവളെ ഇങ്ങനെ പറയാൻ പാടില്ല, അവൾ ഒരു ഇൻഡിവിജ്വലാണ് എന്നുള്ള റെസ്പെക്റ്റ് തരാത്ത അവരോട് നമുക്കിങ്ങനെ ചെയ്യാം, ഒരു തെറ്റുമില്ല. നമുക്ക് നെഗറ്റീവ് വേണ്ട, നമുക്ക് പോസിറ്റീവ് മാത്രം മതി. പിന്നെ എന്തെങ്കിലും കുറ്റവും പ്രദർശനമൊക്കെ വരുന്ന അപ്പോൾ എനിക്ക് താല്പര്യമില്ല കേട്ടോ, നമുക്ക് വേറെ എന്തെങ്കിലും ടോപ്പിക്ക് സംസാരിക്കാം എന്ന് പറയുക. നമ്മൾ കൂടുതൽ നമ്മളെ അങ്ങ് നമ്മൾ ഈ നെഗറ്റീവ്സിൽ നിന്നൊക്കെ മാറി നല്ലൊരു ഡയമണ്ട് പോലെ നമ്മളായി വരാൻ പോകുന്നതിൻ്റെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പം നമുക്കിതൊന്നും വേണം. നമുക്ക് ഇതിനൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ട്രൈ ചെയ്യുക. ഇതിൽ നിന്നൊക്കെ പുറത്ത് കടക്കാനായിട്ട് നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. പറ്റത്തില്ല എന്ന് വിചാരിക്കുന്നിടത്താണ് ഏറ്റവും വലിയ പ്രശ്നം. പറ്റും, എല്ലാവർക്കും പറ്റും. ഭയങ്കരമായിട്ടുള്ള ഡീപ്പ് നെഗറ്റീവ് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്യൂസിൽ നിന്നൊക്കെ ഞാൻ എന്നെ റിക്കവർ ചെയ്തെടുത്ത ഒരാളാണ് ഞാൻ. എനിക്ക് എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങളല്ല, എല്ലാവർക്കും ഉണ്ട്. അതായത് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ലൈഫ് അങ്ങനെ തന്നെ പോകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് സമയം കാണുള്ളൂ. സോ നമുക്ക് നെഗറ്റീവ് പീപ്പിളിനെ ഇഗ്നോർ ചെയ്യുക. എല്ലാവരോടും ഒരു ഹൈ ബൈ, ഒരു ജസ്റ്റ് ആ ഒരു ബന്ധത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ വേണം, ഓക്കെ ആണ്, നല്ല ആളാണ് എന്ന് തോന്നുന്ന ആൾക്കാരെ മാത്രം കൂടെ വയ്ക്കുക. അല്ലാത്തവരൊരു ഡിസ്റ്റൻസ് ഇട്ട് കീപ്പ് ചെയ്യുക. ഓവർ അറ്റാച്ച്മെൻറ്റ്സിന് പോകേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ആൾക്കാരുടെ ഓവർ അറ്റാച്ച്മെൻറ്റ്സ് വെച്ചാൽ അവസാനം അത്
നമ്മൾ തന്നെ നമ്മളെ ഹേർട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. നമുക്കറിയാം ഇന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ സ്വഭാവമാണ്, എന്നിട്ടും പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള ആൾക്കാർ കൂടെ പോകുന്നത്. ഇപ്പം നമുക്ക് ഒരു സ്ഥലത്തൊരു പ്രോഗ്രാം ഉണ്ട്, അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യും, അവിടെ പോയാൽ ശരിയാവത്തില്ല എന്ന് മനസ്സ് പറയുന്നുണ്ട്. പക്ഷെ അത് കേൾക്കാതെ അവിടെ പോയി കറക്റ്റ് ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ അവിടെ ചെന്നിട്ട് കിട്ടുകയും ചെയ്തു. അപ്പം നമുക്ക് ചില കാര്യങ്ങൾ തോന്നും, ഇത് വേണ്ട, ശരിയാകുന്നില്ല എന്ന് നമുക്ക് ഇൻറ്റ്യൂഷൻ തോന്നും മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ. അത് കറക്റ്റായിരിക്കും. നമുക്ക് നമ്മുടെ ലൈഫിൽ എന്ത് വേണം, നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മോട് ചോദിച്ചാൽ മതിയാകും. പിന്നെ വേറൊരാളുടെ ഒപ്പീനിയൻ വേണ്ട, നമ്മൾ പറയുന്നതൊക്കെ ശരിയായിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്തണ്ടേ, അല്ലാതെ ഇങ്ങനെ കരഞ്ഞ് പോകാനും. പിന്നെ അതിന് മുന്നേ കുറച്ച് നാൾ മുന്നേ ഒരു ആരോ ഒരു ചേച്ചിയെ തോന്നുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു മെസ്സേജ്, ഹസ്ബൻഡ് വീട്ടിൽ ഭയങ്കര ഇഷ്യൂസാണ്, മക്കളെ കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി 3 മക്കൾ സ്വന്തം വീട്ടിൽ വന്നു, ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്ട്രീം ലെവലിൽ സഹിച്ചിട്ടായിരിക്കും അവർ ആ ഒരു ഡിസിഷൻ എടുത്തത് അല്ലേ. പക്ഷേ സ്വന്തം വീട്ടിൽ എത്ര നാളിങ്ങനെ ആ ഒരു രീതിയിൽ നിൽക്കാൻ പറ്റും? കുറേ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ എല്ലാവരും കുറ്റപ്പെടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ഇത് വേണം. നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മൾ അതിനെ ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളതാണ്. ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട. വിഷമം പറയാനും കേൾക്കാനും ഒക്കെ നമുക്ക് ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് സെൽഫായിട്ട് നമുക്ക് ഇതിനെല്ലാം പറ്റണം. നമുക്ക് നമ്മളെ ഹീൽ ചെയ്യാനായിട്ട് എന്ത് പറ്റുന്നോ, നമുക്ക് നമ്മളെ സ്ട്രോങ് ആക്കാനായിട്ട് എന്ത് പറ്റുന്നോ, നമുക്ക് സ്വന്തം കാര്യങ്ങൾ ധൈര്യമായിട്ട് ചെയ്യാനായിട്ട് എന്ത് പറ്റുന്നോ അന്നേ നമ്മൾ ജീവിച്ച് തുടങ്ങുകയുള്ളൂ. പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നങ്ങളെ അല്ല ഇല്ലാതാക്കുന്നത്, നമ്മൾ ഈ പ്രശ്നങ്ങളെയൊക്കെ നന്നായിട്ട് ഡീൽ ചെയ്യാനായിട്ടുള്ള ഒരു ഗട്ട്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും, നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവും. നമ്മൾ ഇത്രയും നാളും ജീവിച്ച ജീവിതം എന്തായിരുന്നു, ഇതാണ് ശരിക്കും ജീവിതം എന്ന് നമ്മൾ റിയലൈസ് ചെയ്ത് തുടങ്ങും. എത്ര ബ്യൂട്ടിഫുൾ ആകുമെന്നറിയാമോ? നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന ആ സമയം തൊട്ട് കിടക്കുന്നത് വരെയുള്ള ഒരു ടൈം നമുക്ക് ഭയങ്കര പ്ലസൻ്റായിട്ട് തോന്നും. എത്ര കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനൊക്കെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ആരോട് നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് നമുക്ക് നമ്മളോട് തന്നെ എല്ലാം ചോദിച്ച് കറക്റ്റ് ആ ഒരു രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ കുറച്ച് കമൻറ്റുകളുടെയൊക്കെ ഡീറ്റെയിൽസാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും മെഡിറ്റേഷൻ ചെയ്യണം. ആരും നെഗറ്റീവ് അടിച്ചിരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ട്രൈ ചെയ്യണം, അല്ലാതെ പറ്റില്ല.